السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് തൗഹീദിന്റെ നിർവചനം എന്ന വിഷയത്തെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് തൗഹീദിന്റെ നിർവചനം? നമുക്ക് നോക്കാം. ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ മുസ്ലിം സമൂഹം വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിച്ചിരുന്നത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമായിരുന്നു. അന്ന് അഭിപ്രായ വ്യത്യാസം യഥാർത്ഥ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് തുല്യത പുലർത്തുന്നുവെന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും പരാമർശം ഖുർആനിലോ സുന്നത്തിലോ ആദ്യകാല മുസ്ലിങ്ങൾ കണ്ടാൽ അതിൻ്റെ ബഹ്യാർത്ഥം അവർ മാറ്റും. അതിൻ്റെ ഉദ്ദേശ്യം അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാം അവനിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവരുടെ കാലഘട്ടത്തിലെല്ലാം ഇതായിരുന്നു അവസ്ഥ. എന്നാൽ അലി റളിയല്ലാഹു അൻഹുയുടെ ഭരണകാലത്ത് ഖവാരിജുകൾ എന്ന വിഭാഗം പുതിയ വാദവുമായി രംഗത്ത് വന്നു. എല്ലാ പാപങ്ങളും വൻ കുറ്റങ്ങളാണെന്നും എല്ലാ വൻ കുറ്റങ്ങളും കുഫ്റാണെന്നും അവർ വാദിച്ചു. മുസ്ലിം വൻ കുറ്റം ചെയ്താൽ കാഫിറാകുകയും അവൻ നരകത്തിൽ ശാശ്വതമായി ജീവിക്കേണ്ടി വരികയും ചെയ്യുമെന്നവർ വാദിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ മുർജിഅകൾ എന്നൊരു പാർട്ടി രംഗത്ത് വന്നു. ഖവാരിജുകളുടെ വാദത്തിന് വിപരീതമായിരുന്നു ഇവരുടെ വാദം. എല്ലാ പാപങ്ങളും ചെറുതാണെന്നും സത്യവിശ്വാസിയാണെങ്കിൽ ദോഷം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ലെന്നുമാണ് ഇവരുടെ കണ്ടെത്തൽ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സെഷൻ ഇത്രയുമാണ് പറയാനുള്ളത്. അടുത്ത ഭാഗം ഉടനെ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.